ആമസോൺ, DHL, ഫ്ലിപ്കാർട്ട്, റിലയൻസ് ഇത്തരത്തിലുള്ള ടോപ്പ് ബ്രാൻഡുകളൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു കരിയർ പാത്ത് ബിൽഡ് ചെയ്യണോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇന്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള വെൽ നോൺ ആയിട്ടുള്ള ബ്രാൻഡുകളിൽ ജോലി ചെയ്ത് നിങ്ങളുടെ കരിയർ സെക്യൂർ ആക്കണോ? നിങ്ങൾക്കുള്ള ബെസ്റ്റ് മാസ്റ്റർ ഡിഗ്രി ഓപ്ഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് MBA ഇൻ ലോജിസ്റ്റിക്സ്. ഗ്ലോബൽ ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കുകളുടെ മാനേജ്മെന്റ്, ഡെലിവറീസുകളുടെയും അറൈവൽസിന്റെയും എക്സ്പോർട്സിന്റെയും ഇമ്പോർട്സിന്റെയും അതുപോലെ തന്നെ വെയർഹൌസുകളുടെയും ഒക്കെയുള്ള ഒപ്റ്റിമൈസേഷൻസ്, റിയൽ ടൈം സപ്ലൈ റിസ്കുകൾ ഹാൻഡിൽ ചെയ്യുന്നത്, ഇത്തരത്തിൽ വളരെ ആക്റ്റീവ്ലി ഇൻവോൾവ് ആയി നിൽക്കാൻ പറ്റുന്നതും അറ്റ് ദ സെയിം ടൈം നല്ല റെപ്യൂട്ടഡുമായിട്ടുള്ള ഒരു ജോബ് ഓപ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ജോബ് റോൾ ആയിരിക്കും ഒരു MBA ലോജിസ്റ്റിക്സ് ഗ്രാജുവേറ്റിന് കിട്ടുന്നത്. ഓൺലൈനിൽ ചട്ടിയും ചക്കയും ചവനപ്രാവശ്യം അടക്കം എല്ലാ സാധനങ്ങളും വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ അല്ലേ നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ പോലും ഒരു 80% സാധനങ്ങൾ നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ്. അത് പോസിബിൾ ആക്കിയത് ആരാണ്? ഒരു ലോജിസ്റ്റിക്സ് MBA കാരനാണ്. അത് ഒരു എഫോർട്ട്ലെസ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആയിട്ട് ഇത് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യാനായിട്ടുള്ള കാരണക്കാരൻ ആരാണ്? ഒരു MBA ലോജിസ്റ്റിക്സ് കാരനാണ്. സമയത്ത് ഡെലിവറി കിട്ടുന്നത്, നമ്മൾ റീപ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ സാധനം വന്ന് തിരിച്ചു കൊണ്ടുപോകുന്നത്, ഗ്യാരണ്ടി ക്ലെയിം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിഫക്റ്റ് പീസ് ആണെന്നുണ്ടെങ്കിൽ അത് വന്ന് തിരിച്ച് റിട്ടേൺ പോകുന്നത്, ഇതൊക്കെ സ്മൂത്ത്ലി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം പോസിബിൾ ആക്കുന്നത് ഒരു MBA ലോജിസ്റ്റിക്സ് കാരനാണ്. സോ ഇതിന്റെ സാധ്യതയെ പറ്റി നമ്മൾ ഇതിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിലെല്ലാത്തിലും ഉപരി ഇന്ത്യയുടെ ലോജിസ്റ്റിക് സെക്ടർ ഒരു റെവല്യൂഷണറി ഡെവലപ്മെന്റിന്റെ ഒരു ടൈമിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇപ്പൊ ഈ വിഴിഞ്ഞം പോർട്ട് ലോജിസ്റ്റിക്സ് ആണ് അത്രയും എന്താ പറയാ എമർജി ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇനിയും ഒരുപാട് വർക്ക്മാൻഷിപ്പുകൾ ആവശ്യമുള്ള, ഹ്യൂമൻ റിസോഴ്സ് ഡിമാൻഡുള്ള ഇത്തരത്തിലുള്ളൊരു സെക്ടറിൽ ഒരു MBA ഗ്രാജുവേറ്റ് ആയിട്ട്, അതായത് ഒരു മാസ്റ്റർ ഡിഗ്രി ഗ്രാജുവേറ്റ് ആയിട്ട് ഒരു റെപ്യൂട്ടഡ് പൊസിഷനിൽ ഇരുന്ന് ജോലി ചെയ്യാനായിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഗോ ഫോർ MBA ലോജിസ്റ്റിക്സ്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഏതെങ്കിലും തട്ടുകടയിൽ പോയി MBA ലോജിസ്റ്റിക്സ് എടുക്കരുത്. നല്ല ക്യാമ്പസുകളിൽ പോയി MBA ലോജിസ്റ്റിക്സ് എടുക്കുക. പ്രോപ്പർ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്ന ക്യാമ്പസുകളിൽ MBA ലോജിസ്റ്റിക്സ് എടുക്കുക. പ്ലേസ്മെന്റ് അഷ്വർ ചെയ്യുന്ന ക്യാമ്പസുകളിൽ MBA ലോജിസ്റ്റിക്സ് എടുക്കുക. അത്തരത്തിലുള്ള ക്യാമ്പസുകളെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ മേളിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ സംസാരിച്ച കോഴ്സിനെ പറ്റിയിട്ട് കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ജനറൽ ക്വയറീസ് ഉണ്ടെങ്കിൽ പോലും കാണുന്ന നമ്പേഴ്സ് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. 24/7 നമ്മൾ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, ആസ് യു നോ. പിന്നെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട്, ഡെയിലി നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.